എല്ലാവർക്കും നമസ്കാരം. വിഷ്ണുമായ ഈശ്വര്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മഹേഷ് കണ്ണൻ. ഇന്നത്തെ ഒരു വിഷയം സംസാരിക്കണമെന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രത്തെ പറ്റിയാണ്. നമുക്ക് പലർക്കും അറിവില്ലാത്ത ഒരു കാര്യമാണ് കുടുംബക്ഷേത്രം. ചിലർക്ക് അറിയാം, ചിലർക്ക് അറിവില്ല. ചിലർക്ക് ഒരാളെ അച്ഛൻ്റെ മാത്രം അറിയാം, ചിലർക്ക് അമ്മയുടെ മാത്രം അറിയാം. ചിലരെ അറിഞ്ഞാലും ഈ നിമിഷം വരെ പോയിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുടുംബക്ഷേത്രത്തെ പറ്റി സംസാരിക്കുന്നത്. കുടുംബക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നെന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ അടുത്ത് ജ്യോതിഷം നോക്കാൻ ആൾക്കാരൊക്കെ വരുമ്പോഴേ അവരുടെ പ്രശ്നങ്ങൾ അവർ പറയും, തിരുമേനി അവിടെ പോയി ഇന്ന കർമ്മങ്ങൾ ചെയ്തു, ഇവിടെ പോയി ഇത്ര രൂപ മുടക്കി, ഇവിടെ എല്ലാം പോയി, എല്ലായിടത്തും കാര്യങ്ങളെല്ലാം ചെയ്ത്, പക്ഷേ ഒന്നിനും ഒരു ഫലം നമ്മളിലേക്ക് വരുന്നില്ല, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാം അവരുടെ മനസ്സ് തന്നെ അങ്ങ് വല്ലാതായിരുന്നു. നമ്മൾ പ്രശ്നം വെച്ച് നോക്കുമ്പോഴായിരിക്കാം ദൈവാധീനം മറവ് കാണും. ഇപ്പം സ്വാധീനം നോക്കുന്നത് പോലത്തേക്കും കുടുംബക്ഷേത്രത്തെ പറ്റി കാണും. അപ്പോൾ നമ്മൾ അടുത്തൊരു കുടുംബക്ഷേത്രത്തിൽ പോയായിരുന്നോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ, കുടുംബക്ഷേത്രം അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു തോന്നൽ. അവിടെ ഞങ്ങൾ പോയിട്ടില്ല, ബാക്കി എല്ലായിടത്തും ഞങ്ങൾ പോയി, പക്ഷെ അവിടെ മാത്രം പോയില്ല. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. തൻകുല ദൈവങ്ങളെ മറന്ന് അന്യരെ പൂജിക്കയിൽ സിദ്ധിക്കയില്ല ഫലം എന്നാണ് പറയുന്നത്. നമ്മുടെ കുടുംബക്ഷേത്രത്തെ മറന്ന്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പരദേവതയെ മറന്ന് നമ്മൾ ആരെ പൂജിച്ചാലും നമുക്ക് സിദ്ധിക്കയില്ല ഫലം, നമുക്കൊരു ഫലവും ഉണ്ടാവുകയില്ല. ഇത് ആര് പറഞ്ഞതാണെന്ന്? ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബ പരദേവതയെ നിങ്ങൾ പൂജിക്കൂ, നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യൂ. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലെ ഏറ്റവും വലിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു 2 മാസമെങ്കിലും കൂടിയിരിക്കുമ്പം അവിടെ നിന്ന് പോവുക, അവിടെ വേണ്ട കാര്യങ്ങളൊന്ന് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു നേരം കത്തിക്കാനുള്ള എണ്ണയോ, ഒരു പായസമോ, ഒരു ഗണപതിയോ. ചിലർ പറയും, അയ്യോ ഇതൊന്നും നിത്യപൂജ ഇല്ലാത്തൊരു അമ്പലമാണ്, ഒരു അൽത്തറ മാത്രമേ ഉള്ളൂ. സാരമില്ല, അവിടെ പോയി പ്രാർത്ഥിക്കുക. ആ മണ്ണിൽ ചവിട്ടി നിങ്ങൾ അവിടെ എത്തി, ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്നൊരു സാന്നിധ്യം അവിടെ അറിയിക്കുക. പലദേവത ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല. അതല്ലാതെ നിങ്ങൾ പളനി പോയാലോ ശബരിമലയിൽ പോയാലോ നീ എവിടെ പോയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫലം നിങ്ങളിലേക്ക് എത്തത്തില്ല. അതുകൊണ്ടാണ് കുടുംബക്ഷേത്രം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് എന്ന് പറയുന്നത്. കുടുംബക്ഷേത്രത്തെ